തെക്കൻ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് തന്നെ അതിജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. കഴിഞ്ഞ കാലവർഷ കാലത്ത് നമ്മൾ കണ്ടതുപോലെ മഴയും അതോടൊപ്പം തന്നെ കാറ്റിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്ത് തീരമേഖലകളിലെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം വേണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. നമുക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് ഏതായാലും ഈ പ്രദേശത്തൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ മഴ തുടങ്ങിയ സമയത്ത് നേരിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് വഞ്ചൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അത് അതിശക്തമായ മഴയായിരുന്നു. പക്ഷേ അതിനുശേഷം മഴയുടെ ഒരു ശക്തി കുറയുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ മഴയുണ്ട് എങ്കിൽ പോലും നേരിയ തോതിലുള്ള ഒരു ചാറ്റൽ മഴയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. രാവിലെ ഈ മഴയുടെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നേരിയ തോതിലുള്ളൊരു ഗതാഗത കുരുക്ക് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ആ പ്രശ്നത്തിനെല്ലാം തന്നെ പരിഹാരമായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഒരു തികഞ്ഞ ജാഗ്രത വേണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കാലവർഷക്കാലത്ത് മരം കടപുഴകി വീണും അതോടൊപ്പം തന്നെ മരത്തിൻ്റെ ചില്ലകൾ ഒടിഞ്ഞു വീണും പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ മലയോര മേഖലയിൽ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ പ്രശ്നം നഗരമേഖലകളിൽ ഇല്ല എന്ന് പറയാം. രാവിലെ ഒരു ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളും ഉണ്ടായത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതായാലും മഴയുടെ പ്രശ്നങ്ങൾ നഗരമേഖലകളിൽ ഇല്ല. MS സൊയ്ത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.